ചേട്ടാ ചേട്ടന്റെ പേരെങ്ങനെ ഇന്ദ്രൻസ് ആയി? തയ്യക്കടയ്ക്ക് രണ്ട് മൂന്ന് തയ്യക്കട നടത്തിയിട്ടുണ്ടേ. അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണമൊക്കെ പൊളിഞ്ഞു പോയി. അപ്പോൾ ഇനി അത് പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് വെച്ചൊരു മൂന്നാമത്തെ കടയ്ക്കിട്ട പേരാ ഇന്ദ്രൻസ്. അന്ന് ജയനും അളിയനൊക്കെ കൂടെ ഉണ്ട്. അളിയനൊക്കെ അന്ന് ബോർഡ് എടുത്തൊക്കെ ആയിരുന്നു ആളാണ് ആ പേര് എഴുതിയതും ഒക്കെ കണ്ടുപിടിച്ചത്. ഇപ്പോഴും ആള് തന്നെ കൂടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും. അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു പത്മരാജ സാറിൻ്റെ അതൊരു പടം ചെയ്യുമ്പോൾ അതിനു മുമ്പുള്ള പടത്തിലൊക്കെ സുരേന്ദ്രൻ തന്നെയായിരുന്നു ടൈറ്റിൽ. ഊഹ കച്ചവടത്തിനൊക്കെ അങ്ങനെ. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പം കൊളോണിയ സാബു സാറിന് ഡിസൈൻ ചെയ്യാനൊക്കെ വന്ന സമയത്താണ്. അപ്പോൾ സാബുവിൻ്റെ അടുത്ത് പറഞ്ഞെന്നാൽ മാറ്റിക്കോളൂ, സാറിൻ്റെ അടുത്ത് പറഞ്ഞു ആ സുരേന്ദ്രൻ എന്നുള്ള ഇന്ദ്രൻസ് ഇട്ടോട്ടെ. അപ്പം കടയുടെ പേരാ. ഈ സാറ് പപ്പൻ സാർ എങ്ങനെ കണ്ടുപിടിച്ചു ചേട്ടനെ? സാറ് കണ്ടുപിടിക്കാൻ കുറെ പാട് വിട്ടുകാണും. സുരേഷ് ഉണ്ണിത്താൻ. അല്ല, എങ്ങനെ ചേട്ടനെ കണ്ടുമുട്ടിയതൊക്കെ? എങ്ങനെ തുണി തയ്ക്കാൻ കൊണ്ടുവന്നിട്ടാണോ? അല്ലല്ല, ഞാൻ ആള് സുരേഷ് ഉണ്ണിത്താനൊക്കെ ഉള്ള മറ്റേ വെളിയൻ ചന്ദ്രൻ അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പടത്തിലൊക്കെ ഈ ജോസ് കല്ലനൊക്കെ ചെയ്ത പടവും തിലക ഉണ്ണിച്ചേട്ട അസോസിയേറ്റ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ ലക്ഷ്മണന്റെ കൂടെ അസിസ്റ്റന്റ് കോസ്റ്റ്യൂമറൊക്കെ ആയിരുന്നു. പിന്നെ ഇൻഡിപെൻഡന്റ് ചെയ്യുമ്പോഴൊക്കെ കുറേ പടം ചെയ്യുമ്പോൾ ഉണ്ണിച്ചേട്ടൻ അറിയാം. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞതാണ് സാറിൻ്റെ അടുത്ത്. സാറിൻ്റെ പടമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന തമിഴ്നാട്ടിലേക്കുള്ള ആൾക്കാരല്ല, അന്ന് കൂടുതൽ അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് സ്ഥലത്ത് എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ലത്തീഫ് കേക്ക് ആയിരുന്നു കൺട്രോളർ. അങ്ങനെ വിളിച്ചു പോയതാ. അപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ മതിയാക്കി മര്യാദയ്ക്ക് കടയിട്ട് ഒതുങ്ങിയതാ. പോവാൻ പേടിയായിരുന്നു. മതി, ഇനി എങ്ങനെ പോയാലും പിന്നെ ഇങ്ങനെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആദ്യമൊക്കെ എന്നാ ചേട്ടാ പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞ് തയ്യൽ പഠിച്ചു എന്നുള്ളതല്ലാതെ ഇതിന്റെ ഒരു അറിവ് കേടുണ്ട്. ഈ കോസ്റ്റ്യൂം അതിനു വേണ്ടി പ്രത്യേക തയ്യക്കാര് മദ്രാസിലാണല്ലോ അതിന്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ. നോക്കണേ അവിടെ പോയി പരിചയമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രാദേശിക പടങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ എടുത്തു പറയാൻ ആ സമ്മേളനം, പ്രിൻസിപ്പൽ ഒളിവിൽ, പിന്നെ പിറവിയൊക്കെയാണ്. അങ്ങനെ കുറച്ച് പടം. ബാക്കിയൊക്കെ ചെയ്തതൊക്കെ തീർന്നു, കാശും കിട്ടത്തില്ല. അപ്പോൾ കൂടെ 2-3 പേര് തയ്ക്കാനുണ്ടെങ്കിലേ അവർക്കൊക്കെ ശമ്പളം നമ്മൾ കൊടുക്കണം. വീട്ടിൽ വരുമ്പോഴത്തേ അതിനുള്ളൊരു മിടുക്കൊന്നും ഇല്ലായികയുണ്ടായിരുന്നു. നാട്ടിൽ വരും. പിന്നെ മാനേജർമാരിൽ ഒരു മൂഡുണ്ടായിരുന്നത് അവർക്കറിയാം യൂണിയൻ ഉണ്ട്, മദ്രാസിലുള്ള ആൾക്കാരെ വെക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം അല്ലാതെ നമ്മൾ വെച്ചാൽ അവർക്ക് കുറ്റമാണ് അവിടെ നിന്ന്. അത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹക്കുറവുണ്ട്. അവൻ വന്നിട്ട് അവൻ അനുഭവിക്കട്ടെ, അവൻ വന്ന് അവൻ വാങ്ങിച്ചോട്ടെ, അവൻ ആര് വിളിച്ചോ അവർ കൊടുത്തോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള മനോഭാവം ഉള്ളതുകൊണ്ടായിരിക്കണം എനിക്ക് ഇപ്പോഴത് തോന്നുക. അന്ന് അങ്ങനെ നമ്മളൊന്നും ചിന്തിക്കുകയല്ലേ.